ഗൈസ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജ്ജാദ് സയ്യിർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ്. ബാലരാമപുരം സോണ ജ്വല്ലറി ഉടമയായ ശ്രീ അയ്യൂബ് ഖാന്റെ വീടിന് മുൻവശത്താണ് നിൽക്കുന്നത്. ഒരു ചരിത്ര മുഹൂർത്തം ഇവിടെ നടക്കുകയാണ്. സോണ ജ്വല്ലറിയുടെ 25ാമത്തെ വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് 3 നിർധരായ പെൺകുട്ടികൾക്ക് വിവാഹ മാംഗല്യം ഇവിടെ നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സോണ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ അയ്യൂബ് ഖാൻ ഇവിടെയുണ്ട്. അദ്ദേഹവുമായിട്ട് ഇത് നമുക്ക് പങ്കുവയ്ക്കാം. അതുപോലെ ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷങ്ങളും നമുക്കിവിടെ പങ്കിടാം. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സോണ ജ്വല്ലറി ഉടമയായ ശ്രീ അയ്യൂബ് ഖാനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ജ്വല്ലറികൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ ഇടുന്ന സമയത്ത് അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസ്ഥയിൽ നിർധരായ 3 യുവതികൾക്ക് മാംഗല്യ സൗഭാഗ്യം ഒരുക്കുകയാണ്. അതോടനുബന്ധിച്ച് നമുക്ക് ശ്രീ അയ്യൂബ് ഖാനോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമസ്കാരം. ഞാൻ സോണ ഫാഷൻ ജ്വല്ലറി തുടങ്ങിയിട്ട് 25ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഈ ഓഗസ്റ്റ് 20-ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കുടുംബവുമായിട്ടങ്ങനെ ആലോചിച്ച് 3 സമുദായത്തിൽപ്പെട്ട 3 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് 5 ലക്ഷം രൂപയുടെ, ഓരോ കുട്ടികൾക്കും 5 ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അത് വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അതൊരു നല്ലൊരു കാര്യമാണെന്ന് അവർ പലരും, പിന്നെ നമ്മുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ വളരെ സന്തോഷപൂർവ്വം അത് വളരെ അംഗീകരിച്ച് പറയുകയും അതുമായിട്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഒരുപാട് നഷ്ടവും ലാഭവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 2012 തന്നെ ഒരു 2.25 കിലോ ഗോൾഡിൻ്റെ ഒരു മോഷണം കട കുത്തി തുറന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മളത് പിടിച്ചു കച്ചവടം തന്നെ നമ്മൾ നിലനിർത്തി പോയി. ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഒരു ഓഹരി ഞാൻ ഇതിൽ ചിലവഴിക്കാമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ബാലരാമപുരം സ്വദേശിയായതുകൊണ്ട് എനിക്കറിയാവുന്നൊരു കാര്യം കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഈയിടയ്ക്ക് കഴിഞ്ഞു. ഞാൻ അതിന് പങ്കെടുത്തതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവർ വളരെ ആഡംബരമായിട്ട് നടത്തുന്ന കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അപ്പോൾ ഈ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ രൂപയും സംഭരിക്കാനായിട്ട് ഞാൻ പുറത്ത് ജോലി ചെയ്തത്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഗുണം കൊണ്ട് ആർഭാടമായിട്ടുള്ള കല്യാണവും ചിലവ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ചിലവ് ചുരുക്കി ചെയ്തു. അതാണ് ഈ കല്യാണത്തിൻ്റെ, മകളുടെ കല്യാണത്തിൻ്റെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അത് വളരെ നന്നായിട്ട് അവർ നല്ല ജീവിതം അവർ മുമ്പോട്ട് നയിച്ചു പോവുകയും ചെയ്യുന്നു. 3 മതവിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ കണ്ടുപിടിച്ചത്. അതെ. അത് ഇത്രയും നിർദ്ധരായ കുട്ടികളിൽ നിന്ന് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്? അതിനുവേണ്ടി എന്തെങ്കിലും സാഹചര്യങ്ങളോ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടോ? അത് നമ്മളിപ്പം തീരുമാനിച്ചു കഴിഞ്ഞു 3 സമുദായത്തിൽപ്പെട്ട 3 നിർധരായ കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പം അത് ഞാനും എൻ്റെ സഹോദരന്മാരും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ കൂടി ആലോചിച്ചു. അങ്ങനെ നമ്മുടെ ബാലരാമപുരം പഞ്ചായത്തിൽ തന്നെ വളരെ പാവപ്പെട്ട 3 പേര്, ഒന്ന് നമ്മുടെ ഈ കൂടല്ലൂരിലുള്ള ഒരു കുട്ടിയാണ്, രണ്ടാമത് RC പള്ളിയിൽ ഉള്ള ഒരു കുട്ടി, മൂന്നാമത് ആറാലുമൂടുള്ള ഒരു കുട്ടി. അങ്ങനെ 3 സമുദായത്തിൽപ്പെട്ട 3 കുട്ടികളെ വളരെ നന്നായിട്ട്, കാരണം അവർ അത്രയ്ക്ക് ഒന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു സാധ്യതയില്ലാതെ അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ പോയി സംസാരിക്കുകയും RC പള്ളിയിൽ നിന്ന് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എന്നെ വിളിച്ച് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ്, എൻ്റെ കടയുടെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്, അഭിനന്ദനങ്ങളെ അറിയിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അപ്പം അത് എന്തായാലും വളരെ ഞാൻ ആലോചിച്ച് അങ്ങനെ പോയതിനേക്കാളും എൻ്റെ മുന്നിൽ വന്ന് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള 3 പേരെയാണ് ഈ
എൻ്റെ ഈ അവസരത്തിൽ എനിക്ക് ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. മാംഗല്യ സൗഭാഗ്യത്തിന് തിരഞ്ഞെടുത്ത നവവധുക്കളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മോളെ പേരെന്താണ്? ഹസ്ന, ലക്ഷ്മി. ഹസ്ന, ലക്ഷ്മി, ഡാനിമോൾ. അപ്പൊ അവരുടെ അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ചോദിക്കാം അവരോട് എന്താണ് അവരുടെ ആ സന്തോഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പങ്കുവയ്ക്കാം. എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത്? ഞങ്ങൾക്ക് ഈ ഭാഗ്യം കൊണ്ട് തന്നതിൽ ഈ സോണയിലുള്ള ജൂബലിയുടെ നന്ദിയും കടപ്പാടും ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? അത് തന്നെയാണ്. അവരെ വാരി കോരി പടച്ചതമ്പുരാൻ കൊടുക്കാൻ ഇനി അവർക്ക് ധാരാളം വരെ കിട്ടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടും. ഇനി ഇതേപോലെ ഒരു ദൈവകൈ എന്തായാലും അവരുടെ സന്തോഷങ്ങളാണ് അവരോട് പങ്കുവച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ സോണ ജ്വല്ലറിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇവർ ചെയ്യുന്ന ഈ ഒരു പുണ്യമായ കർമ്മം അത് ഇനിയും അതുപോലെ ചെയ്യട്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ ആഗ്രഹം അതുപോലെ നടക്കട്ടെ. ഇനിയും ഇതുപോലുള്ള മാംഗല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. സാധാരണഗതിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ അവരുടെ സ്വന്തം ആവശ്യത്തിനും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീ അയ്യൂബ് ഖാൻ ചെയ്യുന്ന ഈ കാര്യം മറ്റുള്ളവരും കൂടെ അത് കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞതുപോലും വളരെ തുച്ഛമായ രീതിയിൽ വളരെ ചെലവ് ചുരുക്കിയുള്ള രീതിയിലാണ് നടത്തിയത്. അപ്പൊ അതിന്ന് 3 നിർദ്ധരായ കുട്ടികൾക്ക് വിവാഹം കഴിക്കുവാൻ കൂടി സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇനിയും നടക്കട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.